എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ കഥാനായകൻ ബൊറൂട്ടോ അവനിപ്പോ നവാക്കിയോട് പറയും, ഷിനോബി കാലഘട്ടമെല്ലാം കഴിഞ്ഞുപോയി. സോ ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. അതിന് നവാക്കി പറയും, സെവൻത് ഹൊക്കാഗ അദ്ദേഹം നിന്നെ എവിടേക്ക് അയച്ചോ അവിടേക്ക് തന്നെ നിന്നെ ഞാനും അയക്കും. ഉടനെ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് വില്ലേജ് കാണിക്കും. വില്ലേജ് ആണെങ്കിൽ മുഴുവനായിട്ട് തകർന്ന് കിടക്കുകയാണ്. ഉടനെ ബറൂട്ടോ അവന്റെ ഹെഡ് ബാൻഡ് എടുത്ത് കെട്ടി ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. ഉടനെ അവന്റെ ഒരു കണ്ണ് അതങ്ങനെ വൈറ്റ് ചെയ്യും. കട്ട് ചെയ്താ വർഷങ്ങൾക്ക് മുൻപ് ബറൂട്ടോയുടെ ചെറുപ്പകാലാണ് കാണിക്കുക. ബറൂട്ടോയും അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷിക്കഡ ആക്ച്വലി ഷിക്കമരുവിന്റെ മകനാണ്. അവർ രണ്ടുപേരും വമ്പ സ്പീഡില് എവിടേക്കോ ഓടാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നറൂട്ടോയും ഷിക്കമരുവും. ഇപ്പൊ നമ്മുടെ നറൂട്ടോ അവൻ ലീഫ് വില്ലേജിലെ സെവൻത് ഹൊക്കാഗയാണ്. ഷിക്കമരുവും നറൂട്ടോയും അവർ രണ്ടുപേരും ഇപ്പോ നറൂട്ടോയുടെ മാൻഷനിലേക്ക് വരും. ഷിക്കമരു ഒരുപാട് ഫയൽസ് ഇപ്പൊ നറൂട്ടോയ്ക്ക് കാണിച്ചു കൊടുക്കും. എൻട്രൻസ് സെറമണിക്ക് വേണ്ടിയുള്ള ലെറ്റേഴ്സ് ആണ്. ഇതിൽ മുഴുവൻ നിങ്ങൾ സൈൻ ചെയ്യണം. അത് കണ്ട് നറൂട്ടോ അവന്റെ കാറ്റ് പോയി അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ബൊറൂട്ടോയെ കാണിക്കും. അവനും ഷിക്കമരുവും അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായി ഒരു ട്രെയിനിന്റെ മുകളിൽ കയറിയിരുന്ന് ബർഗറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിക്കഡോ പറയും, ഞാൻ എപ്പോഴും നിന്റെ പിന്നാലെ തന്നെയാണ് ബൊറൂട്ടോ. ഇങ്ങനെ നടന്ന ഞാനും നിന്നെപ്പോലെ ഒരു കുരുത്തം കെട്ട ചെക്കനാവും. അതിന് ബൊറൂട്ടോ ചിരിക്കും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ആ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടാവും. അപ്പോഴായിരിക്കും ഷിക്കഡോ ചോദിക്കുക, നാളെ അക്കാദമിയിൽ പോവാൻ നീ റെഡിയായോ? അത് കേട്ട് ബൊറൂട്ടോ അവൻ ഷോക്കാവും. നീ എന്താ പറയണേ? നാളെയാണോ അക്കാദമി ഓപ്പൺ ആവുന്നത്? അത് ഷിക്കഡോ പറയും, അതെ. നിന്റെ പപ്പ ഇതിനെക്കുറിച്ചൊന്നും നിന്നോട് പറഞ്ഞില്ലേ? അതിന് ബൊറൂട്ടോ പറയും, എന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. അതിന് ഷിക്കഡോ, നിന്റെ മറവിക്ക് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ബർഗർ എടുത്ത് ബൊറൂട്ടോയുടെ വായിൽ തള്ളിക്കയറ്റി ആ ലൈനിൽ തൂങ്ങി നിൽക്കും. നമ്മുടെ ബൊറൂട്ടോ കുട്ടനാണെങ്കിൽ അവന്റെ പപ്പയുടെ സ്റ്റാച്യു അതങ്ങനെ നോക്കും. പപ്പ പറയുന്ന പോലൊന്നും എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം. അങ്ങനെ അവൻ കാര്യമായിട്ട് ഫ്രീഡത്തെക്കുറിച്ച് ചിന്തിച്ച് നിൽക്കുമ്പോഴായിരിക്കും ആ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ്, നീയൊക്കെ ഏതാ? നീ എന്തിനാ ട്രെയിനിന്റെ മുകളിൽ കയറിയേ? ഇറങ്ങിപ്പോ. അത് കേട്ട് ബൊറൂട്ടോ അവൻ പേടിച്ച് താഴേക്ക് എടുത്തു ചാടും. കട്ട് ചെയ്താ ഇപ്പൊ സിറ്റിയില് ഡെങ്കി എന്ന് പേരുള്ള ഒരു റിച്ച് പയ്യൻ. അവനെയാണെങ്കിൽ ഒരുപാട് വികൃതി കുട്ടികൾ ചേർന്ന് റാഗിയാണ്. അവന്റെ കയ്യിലുള്ള പണം, ആർട്സ് എന്നിങ്ങനെയെല്ലാം അവര് പിടിച്ചു മേടിക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് നമ്മുടെ ബൊറൂട്ടോ അവൻ അവിടേക്ക് ചാടി വീണ് ആ വില്ലന്മാര് പിള്ളേരെ അവരെ 3 പേരെയും തല്ലി ഓടിക്കും. രക്ഷപ്പെട്ടു എന്ന് ആശ്വസിച്ച് നിൽക്കുമ്പോഴായിരിക്കും ആ 3 പേര് അവരുടെ 3 ഫ്രണ്ട്സിനെ കൂട്ടി അവിടേക്ക് വരിക. എട്ടിന്റെ പണി കിട്ടിയെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ബൊറൂട്ടോ കുട്ടൻ അവനാണെങ്കിൽ ഡെങ്കിയുടെ കൈ പിടിച്ച് വലിച്ച് അവിടെ നോടി രക്ഷപ്പെട്ട് ഇപ്പൊ സേഫായ ഒരു സ്ഥലത്തേക്ക് വരും. ബറൂട്ടോ ചോദിക്കും, നീ ഓക്കെ അല്ലേ? അതിനവൻ പറയും, ഇന്ന് ഞാൻ ഓക്കെ ആണ്, പക്ഷെ നാളെ ഉറപ്പായിട്ടും അവര് വീണ്ടും എന്നെ ഇതുപോലെ തന്നെ ചെയ്യും. ഉടനെ ബറൂട്ടോ അവനിപ്പോ അവനെ കൂട്ടി മുൻപോട്ട് നടക്കും. നീ ആക്ച്വലി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആളല്ലേ? നിനക്ക് അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവരെ തോൽപ്പിച്ചാൽ എന്താ? അയ്യോ ഇല്ല, എനിക്കത്രയും പവർന്നുമില്ല. എനിക്ക് നെഞ്ചിപ്സും കെഞ്ചിപ്സും ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നാളെ നിഞ്ച അക്കാദമിയിൽ ചേരാണ്. ഉടനെ ബൊറൂട്ടോയും പറയും, ഞാനും നാളെ അക്കാദമിയിൽ ചേരുന്നുണ്ടെന്ന് പറഞ്ഞ് അവരിപ്പോ ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കും. അങ്ങനെ അവർ രണ്ടുപേരും ക്യാഷ്വലായി സംസാരിച്ച് മുൻപോട്ട് നടക്കും. ഉടനെ ഡെങ്കി അവൻ പറയും, എനിക്ക് ആക്ച്വലി അക്കാദമിയിലേക്ക് പോകാനൊന്നും തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കമ്പനിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി എന്റെ പപ്പയാണ് നിർബന്ധിച്ച് എന്നെ ഇവിടേക്ക് അയക്കുന്നത്. ഒരുപക്ഷെ നീ കേട്ട് കാണും, കാമിനാരി എന്നാണ് എന്റെ കമ്പനിയുടെ പേര്. അത് കേട്ട് ബൊറൂട്ടോ അവൻ ഷോക്കാവും. വാവ്, കാമിനാരി കമ്പനി, അതാണ് ഈ വില്ലേജിൽ വെച്ച് ഏറ്റവും പ്രോഫിറ്റ് ആയിട്ടുള്ള അടിപൊളി കമ്പനി. അത്രയും വലിയ കമ്പനിയുടെ ഓണർ ആയിട്ടാണോ നീ നിഞ്ച അക്കാദമിയിലേക്ക് പോകുന്നത്? അത് കേട്ട് അവൻ തല താഴ്ത്തി അങ്ങനെ നടക്കും. ബൊറൂട്ടോ ക്യാഷ്വലായിട്ട് പറയും, എനിക്ക് എന്റെ പപ്പയെ ഒട്ടും പേടിയില്ല. പപ്പ പറയുന്നത് ഞാൻ കേൾക്കാറ് പോലുമില്ല. ഉടനെ ബൊറൂട്ടോ അവൻ ഡെങ്കിയുടെ വാച്ചിലെ സമയം കണ്ട് ഞെട്ടും. ഓ മൈ ഗോഡ്, ഞാൻ ഒരുപാട് ലേറ്റ് ആയി പോയി. വീട്ടിലെത്തിയ ഉറപ്പായിട്ടും അമ്മ എന്നെ വഴക്കു പറയുന്നു പറഞ്ഞ് ഡെങ്കിയോട് ടാറ്റാ ബൈബൈ ഒക്കെ പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരും. കട്ട് ചെയ്താ ഇപ്പൊ വീട്ടിലെത്തിയ ബൊറൂട്ടോയെ കാത്ത് ഹിനട്ട അമ്മ. അവൾ വമ്പം കലിപ്പില് അവനോട് പറയും, ബൊറൂട്ടോ നിനക്ക് വേണ്ടി എത്ര നേരമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ബൊറൂട്ടോ പ്രത്യേകിച്ച് ഒന്നും പറയാതെ അങ്ങനെ അകത്തേക്ക് കയറി വരും. അവന്റെ കുഞ്ഞനുജത്തി അവന്റെ അടുത്തേക്ക് ഓടി വന്ന് അവർ രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ച് ഫുഡ് കഴിക്കും. ഹിനട്ട ബറൂട്ടോട് പറയും, ബറൂട്ടോ നീയും നിന്റെ പപ്പയെ പോലെ വലിയൊരാളായി മാറണം. അദ്ദേഹം ഈ ഗ്രാമത്തിന് വളരെ വിലപ്പെട്ട ഒന്നാണ്. അതിന് ബൊറൂട്ടോ ടെൻഷനായിട്ട്, എനിക്ക് കേൾക്കണ്ട, ഹൊക്കാഗെ ആയതിനു ശേഷം
പപ്പ ഒരിക്കൽ പോലും വീട്ടിലേക്ക് വന്നിട്ടില്ല. അതിന് ഹിനട്ടോ പറയും, നിന്റെ പപ്പ ഈ ഗ്രാമത്തിന്റെ ഹൊക്കാഗെയാണ്, അദ്ദേഹത്തിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഉടനെ ബൊറൂട്ടോ അവൻ ദേഷ്യപ്പെട്ട് അമ്മയെ നോക്കും. ഇപ്പോഴാണെങ്കിൽ ഇവിടെ യുദ്ധമില്ല, പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. പക്ഷെ പപ്പയ്ക്ക് മാത്രം ഫുൾ ടൈം തിരക്കാണ്. വീട്ടിൽ പോലും വരാൻ സമയം കണ്ടെത്തുന്നില്ല. ബൊറൂട്ടോ ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോയി വാതിൽ വലിച്ചടച്ച് കിടന്നുറങ്ങും. കട്ട് ചെയ്താ ഇവിടെ ഡെങ്കി അവനവന്റെ പപ്പയോട് പറയും, പപ്പ എന്നെ കൊണ്ട് ഒരിക്കലും അക്കാദമിയിലേക്ക് പോവാനോ ഒരു നിഞ്ച ആവാനോ സാധിക്കില്ല. അതിനവന്റെ പപ്പ അവനെ അടിച്ചു താഴെയിട്ട് അവനോട് ദേഷ്യപ്പെട്ടു പറയും, ഇന്ന് നിന്നെ ഒരുപാട് പേര് ചേർന്ന് റാഗ് ചെയ്തില്ലേ? നീ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് അവർ നിന്റെ മെക്കിട്ട് കയറിയത്. നീ സ്ട്രോങ് ആണെന്ന് തെളിയിച്ചതാ. സ്ട്രോങ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നീ അക്കാദമിയിലേക്ക് പോണം. അതിനവൻ പറയും, ഞാൻ സ്ട്രോങ് ആണെന്ന് പപ്പയെ ബോധ്യപ്പെടുത്തിയ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചൂടെ? അത് കേട്ട് അവന്റെ പപ്പ അവനോട് എസ് പറയും. എങ്കിൽ ഫുൾ കലിപ്പില് ഞാൻ എന്റെ പവർ അത് കാണിച്ചു തരുന്നു പറഞ്ഞ് പുറത്തേക്ക് പോവും. ഉടനെ എന്തോ ഒരു പവർ അവന്റെ ബോഡിയിലേക്ക് അവൻ പോലും അറിയാതെ അബ്സോർബ് ആവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നമ്മുടെ ബൊറോട്ടോ അവനാണെങ്കിൽ കൂർക്കം വലിച്ചുറങ്ങാണ്. ഉടനെ അവന്റെ കുഞ്ഞനുജത്തി അവൾ ഓടി വന്ന് അവനെ തട്ടി വിളിക്കും, ബൊറോട്ടോ എനിക്ക് അക്കാദമിയിൽ പോവാൻ ടൈമായി. ഉടനെ ബൊറൂട്ടോ അവൻ ഷോക്കായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സ്പീഡില് പുറത്തേക്ക് ഇറങ്ങും. ബൊറോട്ടോ അങ്ങനെ ആ ട്രെയിൻ പിടിക്കാനായി സ്പീഡിൽ ചാടി ഓടുമ്പോഴായിരിക്കും മുൻപിൽ പോകുന്ന ഡെങ്കിയെ കാണുക. അവൻ ഡെങ്കിയെ കണ്ട് ഷോക്കാവും. കാരണം ഡെങ്കിയുടെ ദേഹത്ത് എന്തോ ഒരു പവർ അവന് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഉടനെ ബൊറോട്ടോയുടെ കണ്ണ് അതിപ്പോ ഒരെണ്ണം വൈറ്റായി തീർന്ന് എന്തോ ഒരു പവർ അവേക്കനാവും. ഇവിടെ ഡെങ്കി ആണെങ്കിൽ വീണ്ടും ആ കള്ളച്ചക്കന്മാരുടെ കയ്യില് ചെന്ന് പെടുകയാണ്. പക്ഷെ ഇത്തവണ ഡെങ്കി അവർ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന പണവും മറ്റു സാധനങ്ങളെല്ലാം അവർക്ക് കൊടുക്കും. അതിനുശേഷം അവരോടൊപ്പം അവനൊരു ട്രെയിനിൽ കയറി അങ്ങനെ പോവാണ്. അതേസമയം ബൊറോട്ടോ അവനാണെങ്കിൽ ഷോക്കായി അവരെ ഫോളോ ചെയ്യും. അവരെല്ലാവരും ഇപ്പൊ ഒരു ട്രെയിനിൽ കയറി വാതിലടയ്ക്കും. ട്രെയിൻ ആണെങ്കിൽ മുൻപോട്ട് കുതിച്ചു പായും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ ഒരു ട്രെയിൻ ഓടിക്കുന്നത് അത് ലോക്കോ പൈലറ്റ് അല്ല, മറിച്ച് ഡെങ്കിയാണ്. ഡെങ്കി പറയും, ഞാനാണ് ഇപ്പൊ ഇത് ഡ്രൈവ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഞങ്ങളുടെ കമ്പനി ഉണ്ടാക്കിയ ഒരു വേസ്റ്റ് ട്രെയിനാണ്. എപ്പോ വേണമെങ്കിലും ഇത് തകരാം എന്നവൻ പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു ഭാഗം അടർന്ന് അങ്ങനെ തെറിച്ച് ദൂരേക്ക് പോവും. അവന്മാര് 3 പേരും ഇപ്പൊ നിലവിളിച്ച് കരയും. അവനാണെങ്കിൽ ഇപ്പൊ ലോങ് ഷോട്ടിലായിട്ട് മറ്റൊരു ട്രെയിൻ കൂടെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ആ ട്രെയിനും നമ്മുടെ സെയിം ട്രാക്കിലാണ് വന്നോണ്ടിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ ഒരു വേസ്റ്റ് ട്രെയിനാണ്. 2 ട്രെയിനും കൂട്ടിയിടിച്ച് നിങ്ങൾ എല്ലാവരും ഇവിടെ മരണപ്പെടാൻ പോവാണെന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കും. അവന്മാർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടെന്നറിയില്ല. അവര് പേടിച്ച് വരയ്ക്കും. എടി നീ എന്തായി ചെയ്യണേ? ഞങ്ങൾ തമാശക്കാണ് നിന്നെ റാഗ് ചെയ്തത്. അതിന് ഇത്രയും വലിയ ശിക്ഷ ഞങ്ങൾക്ക് തരണോ? അപ്പോഴായിരിക്കും നമ്മുടെ ചെക്കൻ ബറൂട്ടോ അവനിപ്പോ ആ ട്രെയിനിലേക്ക് വരിക. അവനെ കണ്ട് ഒരു സെക്കൻഡ് ഇപ്പൊ ടെഡി അവൻ ഫ്രീസായി പോവും. ടെഡി ചോദിക്കും, നീ ആ എൻട്രൻസ് സെറിമണിക്ക് പോയില്ലേ? എനിക്ക് എന്റെ പപ്പയെ ഞാൻ സ്ട്രോങ് ആണെന്ന് ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് ഇതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തത്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവനെ കാണുമ്പോൾ തന്നെ പിടികിട്ടും അവന്റെ ബോഡിയിൽ മറ്റെന്തോ ഒരു പവർ ഉണ്ടെന്ന്. ബൊറൂട്ടോ അവനിപ്പോ ഡെങ്കിയോട് പറയും, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഒരിക്കലും ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല. നമ്മുടെ ജീവിതം അത് നമുക്കുള്ളതാണ്. നമ്മുടെ ഇഷ്ടത്തിന് വേണം അതിനെ വിനിയോഗിക്കാൻ. സോ ഒരു കാരണവശാലും ആരെ കൊണ്ടും നിന്നെ ഞാൻ നിയന്ത്രിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ബൊറൂട്ടോ അവൻ ഡെങ്കിയുടെ അടുത്തേക്ക് വന്ന് ഡെങ്കിയെ ഹിറ്റ് ചെയ്യും. ഉടനെ ഡെങ്കിയുടെ ബോഡിയിലുള്ള പവർ അതവനെ വിട്ടുമാറി ഡെങ്കിക്കാണെങ്കിൽ അവന്റെ ബോധം തിരികെ കിട്ടും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത 2 ട്രെയിനും ഇപ്പൊ ഓൾമോസ്റ്റ് അടുത്തടുത്ത് വരാണ്. ബൊറൂട്ടോ പുറത്തേക്ക് എടുത്തു ചാടി ആ ഒരു ട്രാക്ക് അത് 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് വരുന്ന ട്രെയിനിനെ മറ്റൊരു ഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്യും. പക്ഷെ എന്താ ബൊറൂട്ടോയുടെ കൺട്രോൾ പോയി അവൻ താഴേക്ക് വീഴാൻ പോവാണ്. ഡെങ്കി ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. അവൻ ഓടി വന്ന് ഇപ്പൊ അവന്റെ കാലിൽ പിടിച്ച് വലിച്ച് മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയാണ്. അവന്റെ കൂടെ തന്നെ ആ 3 പേരും. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ അവനെ മുകളിലേക്ക് പിടിച്ച് വലിച്ചു കയറ്റും. ആ ചെക്കന്മാരാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. ആക്ച്വലി നീ വന്നതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞ് അവര് 3 പേരും അതിന്റെ ഒരു കമ്പാർട്ട്മെന്റ് അത് സെപ്പറേറ്റ് ചെയ്ത് അതിൽ കയറും. ഇവിടെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ടെൻഷനാവും. കാരണം ഓൾറെഡി അക്കാദമിയിൽ സെറിമണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അവൻ ആ ട്രെയിൻ ഫുൾ ഫോഴ്സിൽ അക്കാദമിയെ ലക്ഷ്യമാക്കി അങ്ങനെ കുതിച്ചു പായിപ്പിക്കും. അപ്പോ ഇവിടെ അക്കാദമിയിൽ വന്ന എല്ലാ സ്റ്റുഡൻസിന്റെയും അറ്റൻഡൻസ് എടുക്കുകയാണ്. ബൊറൂട്ടോ അവനെ മാത്രം അവിടെ കാണില്ല. നറൂട്ടോയ്ക്കാണെങ്കിൽ
അത് കേട്ട് ടെൻഷനാവും. അതിന് ഷിക്കമൊരു പറയും ടെൻഷനാവേണ്ട ആവശ്യമില്ല, ഉറപ്പായിട്ടും ബൊറൂട്ടോ അവനിപ്പൊ തന്നെ ഇവിടേക്ക് എത്തും. അത് പറഞ്ഞു തീരേണ്ട താമസം നമ്മുടെ ബൊറൂട്ടോയും ആ ട്രെയിനും അത് നേരെ വന്ന് നറൂട്ടോയുടെ ശിലയില് അങ്ങനെ ഇടിച്ചു നിൽക്കുകയാണ്. ഒരു സെക്കൻഡ് എല്ലാവരും ഷോക്കായി അവിടേക്ക് തന്നെ നോക്കി നിൽക്കും. അപ്പോഴായിരിക്കും നമ്മുടെ കൊനഹമാരു ആളിപ്പോ വലിയ ചേട്ടനായി. കൊനഹമാരു ബൊറൂട്ടോയെ അങ്ങനെ തൂക്കിയെടുത്ത് താഴേക്ക് കൊണ്ടുവരും. അടുത്ത സീനില് ഇപ്പൊ ടെൻഷൻ അടിച്ചിരിക്കുന്ന നറൂട്ടോയാണ് കാണിക്കുക. അവിടേക്ക് ഷിക്കമരു വന്ന് ഒരു ലെറ്റർ ഇപ്പൊ നറൂട്ടോയുടെ കയ്യിൽ കൊടുക്കും. അത് ആക്ച്വലി ടെഡിയുടെ പപ്പ എഴുതിയ ഒരു ലെറ്ററാണ്. ലെറ്ററിൽ ടെഡിയുടെ പപ്പ നറൂട്ടോയെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങളായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. എന്റെ മകൻ ടെഡി, അവൻ നിങ്ങളുടെ മകൻ ബൊറൂട്ടോ കാരണമാണ് അക്കാദമിയിൽ ചേർന്നത്. ബൊറൂട്ടോ ശരിക്കും എല്ലാവർക്കും ഒരു മാതൃകയാണ്. സോ എന്റെ മകനെ നല്ല വഴിയിലേക്ക് നയിച്ചതിന് താങ്ക് യു വെരി മച്ച്. അത് കണ്ട് നറൂട്ടോ അവൻ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.